Hey everybody, welcome to Talking Cars. ഇന്ന് വീണ്ടും ബാക്ക് ബൈ പോപ്പുലർ ഡിമാൻഡ് ദ ന്യൂസ്. അതെ, നമ്മൾ വെറൈറ്റി ആയിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിലും എല്ലാവരും ന്യൂസ് വേണം എന്നുള്ളതിൻ്റെ ന്യൂസ് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ന്യൂസിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ ഇതുപോലെ എല്ലാവരും പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിക് കാർ ഇട്ടത്, അതാരും കണ്ടില്ല. അത് ശരിയാണല്ലോ. എന്തായാലും ബാക്ക് ടു ദ ന്യൂസ്. അപ്പം എന്തായാലും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഓട്ടോ ഇൻഡസ്ട്രിയിൽ, എസ്പെഷ്യലി ഗ്ലോബൽ ആൻഡ് ഇന്ത്യനിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമുക്കതിൽ ഏറ്റവും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏറ്റവും അറ്റൻഷൻ ഗ്രാബ് ചെയ്ത ഒരു ന്യൂസാണ് നിസാൻ്റെ പുതിയ പ്ലാൻസ്. കറക്റ്റ് അല്ലേ? നിസാൻ 3 പുതിയ വണ്ടികൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിസാൻ എങ്ങോട്ടും പോകുന്നില്ല, ഭയങ്കര അഗ്രസീവായിട്ട് വരുന്നു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പല ചാനൽസിലും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം അല്ലേ? സോ നിസാൻ അതിൽ കാണിച്ചേക്കുന്ന 3 വണ്ടികൾ, ഒന്ന് എക്സ്ട്രയിൽ, 2 കാഷ്കായ്, പിന്നുള്ള ജൂക്കാണ്. അപ്പോൾ ഈ 3 വണ്ടികളിൽ അവർ പറയുന്നത് എക്സ്ട്രയിൽ മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതെ, കുറേ ടെസ്റ്റ് മ്യൂൾസ് ഒക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്, കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് CBO ആയിട്ടായിരിക്കും വരിക. മറ്റു 2 വണ്ടികളും ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതെ, അതും ഇവാലുവേഷനിലും കാഷ്കായ് ഒരു എന്താ പറയുക ഇവാലുവേഷനിലും ജൂക്ക് ഇവാലുവേഷനെ പറ്റിയുള്ള ഒരു ഇവാലുവേഷനിലും എന്നാണ് മനസ്സിലാക്കിയത്. അതായത് കാഷ്കായ്ക്ക് പിന്നെയും സാധ്യതയുണ്ട്, ജൂക്ക് കൊണ്ടുവരണമെന്നുള്ള ഇവാലുവേഷനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഈ എല്ലായിടത്തുള്ള ഹെഡ്ലൈൻസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ 3 വണ്ടികൾ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോവാണ്, മാർക്കറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. പക്ഷെ അതുപോലത്തെ ഒരു ഇവന്റുമാണ് അവർ ചെയ്തതും. അവരെല്ലാവരും മറ്റേ ഒരു കുറെ കാലമായിട്ട് നിസാനൊന്നും ബഹളം ഇല്ലാണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ 3 വണ്ടി ഷോക്കേസ് ചെയ്യുന്നു, ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി എക്സൈറ്റഡ് ആവുന്നു. പക്ഷെ ഇങ്ങനെയാണോ ആക്ച്വലി ഒരു കാർ കമ്പനി വർക്ക് ചെയ്യുന്നത്? സോ 3 വണ്ടികൾ കൊണ്ടുവന്നില്ല. ഇൻട്രസ്റ്റിംഗ്ലി ജൂക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഷോസ് ഹൗ പ്രിപ്പയർഡ് ദേ ആർ. ഒന്ന്. രണ്ടാമത് ഇവർ ഏറ്റവും കാര്യമായിട്ട് പറഞ്ഞിരുന്ന വണ്ടി ഈ ഹൈബ്രിഡ് ഈ പവർ ആ സാധനമാണല്ലോ. അതിൽ കാണിച്ചിരുന്ന കാഷ്കായ് ഈ പവർ ആയിരുന്നില്ലല്ലോ, സാധാരണ വണ്ടിയായിരുന്നു. കിട്ടിയത് കൊണ്ടുവന്നു. അപ്പൊ ഇന്റീരിയർ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ആരും കാണിച്ചില്ല അല്ല. എനിക്കത് എന്തോ അത്ര വലിയ ഭയങ്കര ഇതായിട്ട് തോന്നി. എല്ലാവരും പറഞ്ഞപ്പോൾ അടുത്ത മാസം വണ്ടി ഇറങ്ങാൻ പോകുന്ന പോലെയാണ്. ഓക്കെ, എക്സ്ട്രയിൽ മേ ബി അഗൈൻ CBU കാർ അത് നേരെ വരുമായിരിക്കും. വന്നായിട്ട് ഗോ അപ്പ് അഗെയിൻസ്റ്റ് അതർ CBU വെഹിക്കിൾസ് അല്ലേ? കുറെ മറ്റേ നമ്മുടെ കോഡിയാക്ക് ആണെങ്കിലും അതൊക്കെ അങ്ങനത്തെ CBU വണ്ടികളും പിന്നെ കുറെ ലോക്കൽ മാനുഫാക്ചർ ഉള്ള വണ്ടികളുമായിട്ടാണ് പോകുന്നത്. അഗൈൻ പ്രീമിയം സെഗ്മെന്റ് അല്ലേ? അതെ, നമ്മുടെ Citroen C5 ന്റെ സെഗ്മെന്റ്, മേബി Tucson ഇതൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്ന. പക്ഷേ വേറെ കാര്യമുള്ളത്, എക്സ്ട്രയിൽ പണ്ട് വിറ്റിരുന്ന എന്ത് വിലയ്ക്കാ? 20 സംതിങ് ആണല്ലേ? ഇതെന്ത് വില ഉണ്ടാവും? ഇതുവരെ 40 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പോൾ ഓൺ റോഡ് ഒരു 50 ലക്ഷം രൂപയുടെ അടുത്തുള്ള വണ്ടിയാണത്. അതെ. മൈ ഗോഡ്. ഓക്കെ, അത് എനിക്കറിയില്ല. എനിവേസ് ഈ പവർ എന്നൊക്കെ പറയണ്ട. അപ്പം മേ ബി ദാറ്റ് മൈറ്റ് ബി എൻ ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ. ആ സെഗ്മെന്റിൽ ഇപ്പോൾ ബാക്കി എല്ലാവരും ഡീസൽ 1/1 നിർത്തുന്ന സമയത്ത് മേ ബി ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ ഫോർ ദാറ്റ്. ബട്ട് അഗൈൻ അതൊരു ലോ വോളിയം ആണ്. ആൻഡ് ഐ തിങ്ക് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ദീസ് 3 കാർസ് അല്ലേ? അതെ, കറക്റ്റ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റേ 2 വണ്ടികളിലും നോക്കാം. ഓക്കെ, കാഷ്കായ്. അത് പലരും വിചാരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണെന്നാണ്. എനിക്ക് തോന്നുന്നത് സ്കോഡയിലൊക്കെ പറഞ്ഞ പോലെ കാരോക്കിന്റെ ഒക്കെ പോലത്തെ ഒരു സെഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ T-Roc പോലെ ഫോക്സ്വാഗന്റെ ഒരു സബ് സെഗ്മെന്റ് മറ്റേന്റെ. പക്ഷേ എക്സ്പെൻസീവ് ആണ്, കാരണം മാനുഫാക്ചർ ചെയ്യാൻ, കാരണം വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ആണെന്നുള്ള വെച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ഇതൊന്നും ബൾക്കല്ല. ഇതൊന്നും ബൾക്കല്ല. ആൻഡ് ഇങ്ങനത്തെ ഒരു വണ്ടി വിറ്റിട്ട് അവർക്ക് അത് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുമോ? ലൈക്ക് ഒരു എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പം മാഗ്നൈറ്റ് ആണ് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ മോഡൽ. മാഗ്നറ്റ് ഓക്കെ, അത് തിരിച്ചു വന്നപ്പോൾ ഡെഫിനറ്റ്ലി നിസാൻ എന്നുള്ള ബ്രാൻഡിനോട് നല്ലൊരു ആൾക്കാർക്ക് പിന്നെയും കൺസിഡർ ചെയ്ത് തുടങ്ങി. എല്ലാവരുടെ റീഡാറിൽ വന്നു ആ വണ്ടി. യെസ്, കോമ്പറ്റന്റ് പ്രൊഡക്റ്റ് ആണ്. ബട്ട് അതിപ്പോൾ കുറച്ച് നാളായി മാഗ്നറ്റിന്റെ ഒരു അപ്ഡേറ്റ് കുറച്ച് കാലമായിട്ട് ഉണ്ട്. പക്ഷെ അത് ഞാൻ വിചാരിച്ച ആക്ച്വലി ഈവന്റ് അതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതും ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ ഈ CBUs മാത്രം വിറ്റിട്ട് ഇവർക്ക് ഒരു ബ്രാൻഡിനെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് തന്നെയാണ് ഫോർഡും ആദ്യം ആലോചിച്ചിരുന്നത്. നമ്മൾ ഇനി CBUs മാത്രം വിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എക്സിറ്റ് ചെയ്യാൻ നേരത്ത് മാത്രം 2 ഡയലോഗ് ഇടയ്ക്കായിരുന്നു. ഇനി CBU വണ്ടികൾ നമ്മൾ വിൽക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെയല്ല മാർക്കറ്റ് റിസർച്ച് നടത്തും. ഒരു വണ്ടി വേണം എന്നുള്ളവർക്ക് ആൾക്കാരെ കണ്ട് റിയാക്ഷൻ നോക്കിയിട്ടൊന്നല്ല അവർ ലോഞ്ച് ചെയ്യേണ്ടത്. ആക്ച്വലി അറിയാം, മാർക്കറ്റ് റിസർച്ച് അപ്പുറത്തെ സൈഡിൽ നടന്നിട്ടുണ്ടാവും. ആ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ര ഇൻവെസ്റ്റ്മെന്റ് വന്ന് ഇവിടെ ലോക്കലി മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യും എന്നുള്ള ഒരു നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അബ്സല്യൂട്ട്ലി. അതിപ്പോ ഒരു മീഡിയ ഇവന്റിൽ 5-20 ജേർണലിസ്റ്റുകളെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് പുതിയ മാർക്കറ്റ് ഇൻഫോ ഒന്നും അവർക്ക് കിട്ടാനില്ല അതിൻ്റെ അകത്തുനിന്ന്. ആൻഡ് ഒരു വണ്ടി ഇറക്കുന്നതിന് ഒരു
സി ദാറ്റ് കാർ ഇസ് അറ്റ്ലീസ്റ്റ് എ ഇയർ ആൻഡ് ഹാഫ് അവേ ഫ്രം പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ. അപ്പൊ ഒരു 1.5 കൊല്ലം മുമ്പ് ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇനി 1.5 കൊല്ലം കഴിഞ്ഞത് കാണിച്ചു കഴിയുമ്പോഴേക്കും ആൾക്കാർ മറന്നുപോയി കാണും. ഇത് പറഞ്ഞില്ലേ പോയില്ലേ എന്നൊക്കെ ആലോചിക്കും. അതെ, അപ്പൊ ലോക്കൽ മാനുഫാക്ചറിന് ഇറ്റ്സ് ഫാർ ടു ഏർലി. ആൻഡ് CBO ആയിട്ട് കൊണ്ടുവരാനാണെങ്കിൽ പ്രൈസിങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവന്റ് കറന്റ് എക്സ്ട്രൈൽ ഇപ്പൊ കാണിക്കുന്ന എക്സ്ട്രൈലിനെ കുറച്ച് കാലം ആയിട്ടുണ്ട് മാർക്കറ്റിൽ പല രാജ്യങ്ങളിലും. ഇതൊന്നും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പൊ ഇവർ ഈ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം കൊണ്ടുവന്ന് ഷോക്കേസ് ചെയ്ത് JD പറഞ്ഞ പോലെ കുറെ കാലം കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഓക്കെ ഇത് പണ്ട് കണ്ടാണ് അതിന്റെ ഇൻട്രസ്റ്റും പോകും. അതെ, പിന്നെ നിസാൻ ഇതിനു മുമ്പ് ഓർമ്മയുണ്ടോ ഒരു പരിപാടി നടത്തിയില്ലായിരുന്നോ, മീഡിയ ഇവന്റ്, പെട്രോൾ വരാൻ പോകുന്നു, നിസാൻ പെട്രോൾ ഇവിടെ കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പെട്രോൾ വരുന്നു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ എന്തിനൊക്കെ ആയിട്ട് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അതിപ്പോ കറങ്ങി തിരിഞ്ഞ എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ട്. അതെ, സോ അങ്ങനെ കുറെ റാൻഡം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിസാൻ, ആൻഡ് ഇറ്റ്സ് നോട്ട് റിയലി ഗോട്ട് എനിവെയർ അല്ലേ. ആക്ച്വലി നിസാനും റെനോയും ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് ഇവർക്ക് നല്ല പ്രോഡക്റ്റ് ലൈൻ പുറത്തുണ്ട്. പക്ഷെ അവർ ഇന്ത്യയിൽ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള പോലത്തെ മാനുഫാക്ചറിങ് ഉള്ള കുറെ പ്ലാറ്റ്ഫോംസ് അത് തന്നെ എക്സിസ്റ്റിംഗ് വണ്ടി എടുത്തിട്ട് അവര് മോഡിഫൈ ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ കിക്സും ക്യാപ്ചറും ഒക്കെ പറയുന്ന പോലെ ഒരു പഴയ ഡസ്റ്ററിന്റെ പ്ലാറ്റ്ഫോം എടുത്തിട്ട് അത് മാക്സിമം മിൽക്ക് ചെയ്യാന്നുള്ള പോലെയാണ് അവർ പോയിരുന്നത്. ഇപ്പൊ ഇവർക്കൊരു നല്ല ഫുഡ് ഹോൾഡ് ഉണ്ടായിരുന്നു ലൈക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇപ്പൊ മൈക്രോ ഉണ്ടായിരുന്നപ്പോഴും സണ്ണി ഉണ്ടായിരുന്നപ്പോഴൊക്കെ ആൻഡ് അവിടെ നിന്ന് അവർ ഐ തിങ്ക് ദേ ഹാവ് ഇൻ അത് പിന്നീട് ഒന്ന് ഇംപ്രൂവ് ആയിട്ടില്ല. ഒരു സമയത്ത് നിസാൻ ഇതാണെന്ന് കാണിച്ചു വന്നു ആൻഡ് അവിടെ നിന്ന് പിന്നെ ഐ തിങ്ക് നിസാൻ ഇങ്ങനെ പോയി. നിസാൻ ഇതെന്ത് പറ്റി? അതൊരു നല്ല ചോദ്യമാണ്. നമുക്ക് മൂവിങ് ഓൺ. ഓക്കെ, സോ നിസാൻ ഔട്ട് ഓഫ് ദ വേ, നമുക്ക് അടുത്തൊരു ജാപ്പനീസ് കമ്പനികളെ കുറിച്ച് പറയാം. ഓക്കെ, ടൊയോട്ട ആൻഡ് മാരുതി. ഓക്കെ, അവരുടെ ആദ്യമായിട്ട് ഇനി മാരുതിക്കൊരു ടൊയോട്ട പ്രൊഡക്റ്റ് കിട്ടാൻ പോകുന്നു. ഇന്നോവയുടെ ഇതല്ലേ, ഇന്നോവ ഹൈക്രോസിന്റെ മാരുതി വേർഷൻ. ഓക്കെ, അത് ആക്ച്വലി വർക്ക് ചെയ്യില്ലേ മാരുതിയുടെ പ്രീമിയം ഒരു MPV ആയിട്ട് എർട്ടിഗയുടെ മുകളിൽ നിൽക്കുന്ന ഒരു വണ്ടി പോലെ? ആബ്സല്യൂട്ട്ലി യെസ്, ആസ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ്. കാര്യം അപ്പൊ ഇതെന്ത് ഇന്നോവയെക്കാളും വലുതായിരിക്കും? ഇന്നോവയെക്കാളും കുറച്ച് ചെറുതായിരിക്കും ആക്ച്വലി. ഇന്നോവയെക്കാളും കുറച്ച് ചെറുതായിരിക്കും. ഹൈബ്രിഡ് പവർ ട്രെയിൻ ആണ് വരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും ഡീസൽ വേർഷൻസ് സ്കിപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനും അല്ലേ, ഇത് പെട്രോൾ ഹൈബ്രിഡ് ആയിട്ട് ചിലപ്പോൾ ഡീസലിന്റെ റീപ്ലേസ്മെന്റ് പോലെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോ എന്തായാലും അതിപ്പോ എനിക്ക് നവംബറിലും കണ്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഒഫീഷ്യലി ഒന്നും അറിഞ്ഞൂടാ. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി നവംബർ ഡിസംബറിനുള്ളിൽ അതിനെപ്പറ്റി വല്ല ഡീറ്റെയിൽസ് ഉണ്ടാവും. എനിവേസ് ആദ്യം ടൊയോട്ട ആയിരിക്കും വരുന്നത് എന്തായാലും, ബിക്കോസ് ഇത് ടൊയോട്ട ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഈക്വലൻ മാരുതി വേർഷൻ വരുന്നത്. ബട്ട് ദേ ഹാവ് ബീൻ സ്പോട്ടഡ് ടെസ്റ്റിംഗ്. അതെ, അവിടെ ഇവിടെ ഇപ്പൊ മാരുതി വേർഷൻ ഇപ്പോഴാണ് സ്പോട്ട് ചെയ്തത്. ടൊയോട്ട വേർഷൻ കുറച്ചാളായിട്ട് കാണുന്നുണ്ട്. സോ വെൽ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഓൾസോ. അപ്പോൾ എന്തായാലും മാരുതിയുടെ കാര്യത്തിൽ മാരുതി ഇപ്പോൾ കംപ്രസ്ഡ് ബയോഗ്യാസും അതേപോലെ എത്തനോൾ 85 വണ്ടികളും ഡെവലപ്പ് ചെയ്യാനുള്ള ഭയങ്കര എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് ഒഴിച്ചല്ല, എല്ലാം സമയമായിട്ടില്ലെന്ന് അവർക്കറിയാം. അതെ, അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ അങ്ങനത്തെ കുറെ ടെക്നോളജി ആയിട്ട് വരുന്നുണ്ട്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും സ്മോൾ കാർ സെഗ്മെന്റിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ പരീക്ഷിക്കുമോ അറിഞ്ഞൂടാ. പക്ഷെ ഇവര് മാരുതിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ മാരുതി ഡീസൽ സ്റ്റോപ്പ് ചെയ്ത് അവർ സ്മോൾ കാഴ്സിലും ബാക്കി അവരുടെ ജനറലി സ്മോൾ കാഴ്സ് ആണ്, അവർ ഡീസൽ എന്നുള്ള ഒരു പോർട്ട്ഫോളിയോ വിട്ടതിന് ശേഷം ബാക്കി മാനുഫാക്ചറേഴ്സിന്റെ ഒരു കയ്യിലോട്ട് പോകണ്ട ആ ഒരു സംഭവം. ഇപ്പൊ നമ്മൾ കേട്ട വേറൊരു ന്യൂസ് i20 ഡീസൽ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. കാരണം സ്മോൾ കാറുകളിൽ ഡീസൽ വയബിൾ അല്ല. അവരത് പക്ഷേ അവരുടെ പ്രീമിയം ബാക്കി വണ്ടികളിലൊക്കെ ബാക്കി എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഇവര് നിർത്തുന്നത് ഈ 1.5ന്റെ ഫിക്സഡ് ജോമെട്രി ടർബോ വേർഷൻ മാത്രമാണ്. എന്തോ ഓവറോൾ എമിഷൻ നോംസിന്റെ കാര്യങ്ങളും അത് വരുന്നതുകൊണ്ട് ആണ് ഈ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പൊ ഈ 1.5 ലിറ്ററിന്റെ FGT വേർഷൻ ആണ് ഇവർ നിർത്തുന്നത്. VGT ഉള്ള ബാക്കി വണ്ടികൾ യോർക്രെറ്റ, സെൽറ്റോ, സോണറ്റിന്റെ ഓട്ടോമാറ്റിക്, ഓൾ ദാറ്റ് ഇസ് ഗെറ്റിംഗ് ചിലപ്പോ ഇവര് 1.5 മറ്റേ VGT കൊടുക്കുമായിരിക്കും, 115 bhp കൊടുക്കുമായിരിക്കും. ഇനി 99 bhp വേർഷൻ ആയിരിക്കും നിർത്തുന്നത്. i20 തന്നെ കൊടുത്താൽ പോരെ? അല്ല വേണ്ട, നിങ്ങൾ കോമ്പാക്ട് SUV മേടിക്കും, നമുക്ക് കൂടുതൽ മാർജിൻ കിട്ടുന്നതിലാണ്. അതായിരിക്കും അതിന്റെ റീസൺ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ കാറിലെ ഡീസൽസ് ഒന്നും ബാക്കി ഇല്ലാണ്ടാവും. ഇതൊരു തിയറി ഉണ്ട്, അതായത് സ്മോൾ കാഴ്സിൽ ഇപ്പൊ ഡീസൽ എമിഷൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയുള്ള എല്ലാ ഡീസൽസ് ഇപ്പൊ ആരും ഡീസൽ ഡെവലപ്പ് ചെയ്യാത്തതിന്റെ റീസൺ അതാണ്. ഡീസലിലെ എമിഷൻസ് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വരുന്ന അതിന്റെ കൂടെയുള്ള പാരഫെർണിയൽ എല്ലാം ഇതിനേലും എക്സ്പെൻസീവ് ആണ്. എഞ്ചിന്റെ ഹാഫ് കോസ്റ്റോളം ഏകദേശം വരും എന്നാണ് പലരും പറയുന്നത്. ആൻഡ് ഇനിയിപ്പോ റിവൈസ്ഡ് ആവാൻ പോകുന്ന BS6 നോംസും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനമായിക്കോളൂ ഇതിന്റെ. സോ ആൻഡ് ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരാൾ നിർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എല്ലാവരും. മറ്റേ ഐഫോൺ ചാർജറും ഹെഡ്ഫോണും ഒക്കെ ഓരോന്നൊക്കെ ഒരു കളയാറല്ലേ ബോക്സ്. ഒരു കൊല്ലം നിർത്തി കഴിയുമ്പോൾ എല്ലാവരും ഇരുന്ന് കളിയാക്കും. അത് കഴിയുമ്പോൾ അടുത്ത കൊല്ലം നമ്മുടെ പുതിയ ഫീച്ചറാണ്, നമ്മൾ ഹെഡ്ഫോൺ ഊരിയിരിക്കുന്നു. ഈ വിരലുണ്ടാവുന്ന ഡീസൽ വണ്ടികളെ ബാക്കിയുള്ള ഹാച്ച് ബാക്ക് ആയിട്ട്. ഓക്കെ,
എന്തായാലും CNG ആൾക്കാർക്ക് ഒരു തീരുമാനമായിട്ടുണ്ട്. 10,90 എങ്ങാണ്ട് എത്താറായിട്ടുണ്ട് പ്രൈസ്. സോ വീൽ ഹാവ് ടു സീ. കൂടി പിന്നെ കുറഞ്ഞതാണ് CNG ആണല്ലേ. എന്തായാലും ഇനി ടിയാഗോ ഇലക്ട്രിക്കിന്റെ ബുക്കിംഗ്, വിച്ച് ബ്രിങ്സ് us to that. ഒരു ആദ്യം 10,000 വണ്ടി ബുക്കിംഗ് വെച്ചു. ആസ് യൂഷ്വൽ വെബ്സൈറ്റ് ഹാങ് ആവൽ മുതലായ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. 10,000 ബുക്കിംഗ് അപ്പം തന്നെ തീർന്നു. പിന്നെ ഐ ഹേർഡ് 10,000 ബുക്കിംഗ് കൂടെ അവര് ഇതേപോലെ പ്രൈസ് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് എക്സ്ട്രാ ഓഫർ ചെയ്തിട്ടുണ്ട്. കുറെ പേർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. എന്തായാലും ഡിമാൻഡ് ഭയങ്കര കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ഇത് ഓൾസോ. കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു സ്മോൾ കാറിൽ ഇലക്ട്രിക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും അണ്ടർ 10 lakhs. ആൻഡ് ഐ തിങ്ക് ടാറ്റ ഈസ് ദ ഫസ്റ്റ് മൂവർ ദേർ. സ്മോൾ കാർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ കാർസ് എല്ലാത്തിനും ഇപ്പൊ ടാറ്റയ്ക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. ഹാരിയർ സഫാരിയുടെ ഒക്കെ ഇലക്ട്രിക് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. വേറെ ബാക്കി എല്ലാവരും എവറിബഡി സ്റ്റിൽ സെവറൽ സ്റ്റെപ്സ് ബിഹൈൻഡ്. മഹീന്ദ്ര ആണെങ്കിൽ XUV400 കാണിച്ചു, ബട്ട് ഇറ്റ് സ്റ്റിൽ ഫ്യൂ മന്ത്സ് അവേ ഫ്രം ബീങ് ലോഞ്ച്ഡ് അല്ലേ. അപ്പോൾ വീൽ ഹാവ് ടു സീ എന്താവും എന്നുള്ളത് ഇനി. ഓക്കെ, ഓല S1 Air ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇവര് ദിവാലി ഇവന്റ് ആയിട്ടാണ് അനൗൺസ് ചെയ്തത്. അവർ ആദ്യം പുതിയ മൂവ് OS3 കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ് കേട്ടോ. വിൽ കം ടു ദാറ്റ് ലേറ്റർ. ബട്ട് എനിവേസ് പറഞ്ഞാൽ ഓല S1 Air അവരുടെ പുതിയ ബഡ്ജറ്റ് സ്കൂട്ടറാണ്. ഇൻട്രഡക്ടറി പ്രൈസ് 80,000 rupees, 79,999. ഭയങ്കര കില്ലർ പ്രൈസിങ്, ഒന്നും പറയാനില്ല. നമ്മൾ ഓലയുടെ ആസ് ഇൻ നമ്മൾ പല കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലതുള്ളപ്പോൾ നല്ലതും പറയണം. ഇറ്റ് ലുക്സ് ആസ് എൻ ഇൻട്രസ്റ്റിംഗ് ഒരു പ്രൊഡക്റ്റ് ആണ്. കാണാൻ വലിയ ഒരു ഇച്ചിരി ഒരു ഡൗൺ മാർക്കറ്റ് ലുക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർ പെയിന്റിംഗ് ലാഭിച്ചാണ്. ആ ചെറിയ പാനൽസ് കുറച്ചൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഒരു ബേസ് മോഡൽ പ്രൈസിംഗും ബേസ് മോഡലായിട്ട് തോന്നുകയും വേണം. എന്തെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ വേണം എന്ന് വെച്ചിട്ട് അത് ആ ഒരു അൺപെയിന്റഡ് പാനൽ കാരണം കുറച്ച് അത്ര മാർക്കറ്റ് ലുക്ക് ഇല്ല പഴയ ഓലയുടെ അത്ര. ബാക്കിലത്തെ കവറൊക്കെ കണ്ടില്ല, അതൊക്കെ കുറച്ചും കൂടി സാധാരണ ബഡ്ജറ്റ് EVകളുടെ പോലെ ആക്കിയിട്ടുണ്ട്. സോ വേറെ ഇമ്പോർട്ടന്റ് കുറെ കാര്യങ്ങൾ. ഏറ്റവും ആദ്യത്തെ കാര്യം തന്നെ 80,000 rupees എന്നുള്ള പ്രൈസ് തന്നെയാണ്. ദാറ്റ് ഇസ് ക്രേസി. കുറെ അവർ മാർക്കറ്റ് ഫീഡ്ബാക്ക് എടുത്തിട്ട് കുറെ സാധനങ്ങൾ മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡബിൾ ഫോക്സ് ആണ് വരുന്നത്. കഴിഞ്ഞ സിംഗിൾ സൈഡഡ് സ്വിംഗ് ആമിന്റെ ഓഡിയോയിലും പ്രശ്നമൊക്കെ കാരണം അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബേസ് മോഡൽ മേടിച്ചു കഴിഞ്ഞാൽ സേഫർ ആണ്. അതെ, പക്ഷെ ഡിസ്ക് ബ്രേക്സ് ഇല്ല, ഡ്രം ബ്രേക്ക് ആണ്. പിന്നെ അതേപോലെ ഇതിനകത്ത് വേറെ മാറിയ കാര്യം എന്ന് പറഞ്ഞാൽ റിയർ ഗ്രാബ് റെയിൽ. ഇപ്പോഴത്തെ S1 പ്രോയ്ക്കും അത് ക്രാക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് മാറ്റി ഒരു സിമ്പിൾ ഒരു ഗ്രാബ് റെയിൽ ആക്കിയിട്ടുണ്ട്. അതേപോലെ ഫ്ലാറ്റ് ഫുട് ബോർഡ് ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാര്യം എനിക്ക് തോന്നുന്നു അവര് ആ മോളത്തെ ഒരു ലെയർ ബാറ്ററീസ് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന്റെ അകത്തുനിന്ന്. അങ്ങനെയായിരിക്കും ബാറ്ററി കപ്പാസിറ്റിയും കുറച്ചിരിക്കുന്നത്. അതെ, ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ആക്ച്വലി ക്വൈറ്റ് നൈസ്ലി ഡൺ. 2.5 കിലോവാട്ട് ബാറ്ററി ബാക്ക്. അതെ, അവര് 100 കിലോമീറ്റർ IDC സൈക്കിൾ പറയണ്ടെന്ന് പറയുമ്പോൾ 65 കിലോമീറ്റർ മതി, എല്ലാവർക്കും അത് ആവശ്യം ഉണ്ടാവുള്ളൂ. അത്ര ഉണ്ടാവും. ഫസ്റ്റ് എത്തുള്ളൂ. അതെ, 80,000 rupees യു റിയലി കാൺ കംപ്ലൈൻ. എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ ഓല പോലെ തന്നെയാണ്. ആ സ്ക്രീനും അതേപോലെ അണ്ടർ സീറ്റ് സ്റ്റോറേജും ബാക്കി എല്ലാം എക്സ്പീരിയൻസ് ഫുൾ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ചീപ്പർ ടു ജസ്റ്റ് ലീവ് ഇറ്റ് ദേർ റാദർ ദാൻ ഇതിനു വേണ്ടി വേറെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നേക്കാൾ എളുപ്പം അതായിരുന്നു. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഓൺ പേപ്പർ അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണ്. അല്ലേ, അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണ്. പൈസ ഉണ്ടാക്കുന്നുണ്ടാവോ അതോ വാല്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അതാ പറഞ്ഞ ഓൺ പേപ്പർ അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നല്ല വെരി വെൽ പ്രൈസ്ഡ് ആണ്. ഇൻട്രഡക്ടറി പ്രൈസ് ആണ്, ബട്ട് സ്റ്റിൽ വെരി വെൽ പ്രൈസ്ഡ്. കാര്യം ഇപ്പോൾ സാധാരണ ആക്റ്റീവ സിറ്റിക്കകത്ത് ഓടിച്ചു കിടക്കാൻ വേണ്ടി മേടിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ഈ പ്രൈസിന് ഡെഫിനറ്റ്ലി മേക്ക് സെൻസ്. ആൻഡ് ഒരുവിധം അത്യാവശ്യം ആൾക്കാർക്ക് 65 കിലോമീറ്റർ 70 കിലോമീറ്റർ ഓടിയാൽ മതി, ഒരുവിധം കാര്യങ്ങളൊക്കെ നടക്കും അതിന്റെ. ദാറ്റ്സ് ഓൾസോ ഡീസെന്റ്. നല്ല പ്രൈസിങ്, ബാക്കി കളേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ട്വിൻ ഫോക്സ് ആക്കി ഫ്രണ്ടിലെ ഫോർക്കിന്റെ പ്രശ്നം മാറ്റി, മറ്റേത് കില്ലർ ഡീല് ഇതാണെങ്കിലും കില്ലർ വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രൈസിംഗിൽ കൊടുത്തതും പിന്നെ അവർ ഷോറൂംസ് കൊണ്ടുവന്നു. പലരും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ഒരു മോഡൽ വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ബട്ട് അറ്റ്ലീസ്റ്റ് അവർ ഇപ്പൊ റിലൈസ് ആയിട്ടായാലും അവർ ആ ഒരു ഇതിലോട്ട് തിരിച്ചു പോയിട്ടുണ്ട്. സോ ക്രെഡിറ്റ് വേർ ഇസ് ഡ്യൂ. അതുണ്ട്. അതേപോലെ ഏത്തറിന്റെ അടുത്ത് ഈ സ്കൂട്ടർ ഇറങ്ങിയ കാലം തൊട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, സെന്റർ സ്റ്റാൻഡ്. അത് ഇതുവരെ എത്ര കൊടുത്തിട്ടില്ല. ഇവരിപ്പോ ആക്സറി ആയിട്ട് സെന്റർ സ്റ്റാൻഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. സോ സെന്റർ സ്റ്റാൻഡും അതേപോലെ സെന്റർ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഈ എന്തോ ഒരു ബൂട്ട് ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ കുറെ സാധനങ്ങൾ, അകത്ത് സ്റ്റോറേജ് ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള കുറെ സാധനങ്ങളും എന്തൊക്കെയോ ആക്സറീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വരുമെന്നുള്ള കണ്ടറിയണം. ബട്ട് എനിവേസ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്, ഐ മീൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഓല മറ്റേ ഭവിഷ് അഗർവാൾ ഒരിക്കൽ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്ട് ആക്സറീസ് ഡു യു വാണ്ട് ടു സീ വിത്ത് യുവർ ഓല സ്കൂട്ടർ. ആദ്യത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷർ മറ്റേ സേവിയർ ആണോ? സോ അത്
പക്ഷെ ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഓലയുടെ ദിവാലി ഇവന്റ് ഇല്ലേ, ഈ ദിവാലി ഇവന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഓലക്കാരൊരു പരിപാടി എന്ത് യൂട്യൂബിൽ എന്ത് സാധനം വെച്ചാലും ഇമ്മീഡിയറ്റ്ലി അതിന്റെ അടിയിൽ മുഴുവൻ യു ഹാവ് വെരി ആംഗ്രി കസ്റ്റമേഴ്സ്. എന്താ ചീത്ത വിളിക്കലും, എനിക്ക് ആ പ്രശ്നം ശരിയായില്ല, ഈ പ്രശ്നം ശരിയാവുന്നില്ല. ഇതാണ് അവർക്ക് ആ കൂടെ സാധാരണ ഇതിനെപ്പറ്റി വല്ലതും പറയാൻ കിട്ടാറുള്ള സാധനം. പക്ഷെ ഇപ്രാവശ്യത്തെ കമന്റ്സ് ആണ്, every family will have at least one Ola S Air in the family. Ola is going to change the automobile industry for good. ഭയങ്കര പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ സാധിക്കുന്നു? അതെ, കമന്റ് ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും. കണ്ടോ, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കമന്റ് സെക്ഷനിൽ. എനിക്കറിയില്ല, ദിസ് സീംസ് എ ലിറ്റിൽ ടു ഹാർഡ് ടു ബിലീവ്. കാര്യം സാധാരണ ഏതൊരു ഓലയുടെ പരിപാടി എടുത്താലും അതിന്റെ അടിയിൽ ഈ കസ്റ്റമേഴ്സിന്റെ ബഹളമാണ്. ലൈവ് അല്ല, ദിസ് വാസ് എ റെക്കോർഡ്. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ നേരത്തെ കമന്റ് ചെയ്തിട്ടുണ്ടാവും. വീഡിയോ എപ്പോഴാണ് ഇറങ്ങിയത്? റിലീസ് ചെയ്ത ടൈം കമന്റ് ടൈം നോക്കി. എനിക്ക് തോന്നുന്നു ഇത് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോഡറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യാ. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ദ വെഹിക്കിൾ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഓല S1 എയറിന്റെ കാര്യങ്ങൾ. ആക്ച്വലി നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ അതിന്റെ വേറൊരു ന്യൂസ് കണ്ടിരുന്നു. ഇതാണ് ഭവിഷ് അഗർവാള് അവരുടെ ഒരു എംപ്ലോയിനെ ഇതൊരു ഇതിൽ റിപ്പോർട്ട് ചെയ്തതാണ്. പുള്ളി മറ്റേ ഒട്ടോളി കളിച്ചല്ലേ കുറച്ചേരും. അതെ, പുള്ളി എന്തായാലും എല്ലാവരെയും കിട്ടി നല്ല എക്സസൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്തിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന ഒരു ലീഡർ ആയതുകൊണ്ട് അവരായിട്ട് കണ്ടമഴി ഓടിച്ചു അല്ലേ. പുള്ളിയുടെ ഒരു എംപ്ലോയിനെ ഫാക്ടറിയുടെ ചുറ്റും 3 റൗണ്ട് ഓടാനായിട്ട് പണിഷ്മെന്റ് ഇങ്ങനെയൊക്കെയാണ്. അതെന്താ, എന്തോ പേപ്പർ ക്ലിപ്പ് ശരിയായില്ലെന്നോ ഫോർമാറ്റിംഗ് ശരിയായില്ലെന്നോ ഫയലിൽ എന്തോ പറഞ്ഞുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഓരോ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തത്. ലൈക്ക് ഫാക്ടറിയുടെ ചുറ്റും ഓടാനൊക്കെ പറയുക, അതേപോലെ പ്രസന്റേഷൻസ് കീറിക്കളയുക, ഇങ്ങനെ ഭയങ്കര വയലന്റ് റിയാക്ഷൻസ് ആണ് എല്ലാവരും ഭവിഷ്യന്റെ ഇപ്പൊ പറയണത്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. കാര്യം അങ്ങനെ ഒരു വർക്ക് കൾച്ചർ എനിക്കറിയില്ല. പുള്ളി ക്വൈറ്റ് ലിറ്ററലി സ്റ്റീവ് ജോബ്സ് ആവാൻ നോക്കുക. എന്തായാലും അങ്ങനെ കുറെ റിപ്പോർട്ട്സ് കേൾക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മളൊക്കെ വിചാരിച്ചു അത് ഫേക്ക് ആയിരിക്കും. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഒരു വലിയ മേജർ പബ്ലിക്കേഷൻ ഇങ്ങനെ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടും there has been no action from Ola. So that means that സത്യമാണ് അല്ലേ, അവിടെ വർക്ക് ചെയ്യുന്നവരെ കാത്തോണേ. അതെ. എന്തായാലും ഇതിനൊക്കെ എനിവേസ്, അപ്പോൾ ഇതാണ് സംഭവം. their internal things still seem quite broken. സിസ്റ്റംസ് എല്ലാം കുറച്ച് ബ്രോക്കൺ ആണ്, വണ്ടികളുടെ ഫോർക്ക് പോലെ തന്നെ. ബട്ട് യാ, ഹോപ്പ്ഫുള്ളി എന്തായാലും ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കും, വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ നന്നായിരിക്കും. ഈ പ്ലാനൊക്കെ കൊള്ളാം. ഈ വണ്ടിയും ഇതുപോലെയൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിരിക്കും. എനിവേസ്, കമ്മിങ് ബാക്ക്, നമുക്ക് ഓലയുടെ കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓൾഡ് ഫ്രണ്ട് സിമ്പിൾ എനർജി ഓർമ്മയുണ്ട്? ഇല്ല, വണ്ടി ഇറങ്ങിയില്ല, പക്ഷേ അവർ കുറെ പുതിയ മോഡൽ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ 2, സിമ്പിൾ 3, 4, 5, 6, 7, 8, 9. ഇത്രയും വണ്ടികളും പിന്നെ വേറെ കുറച്ച് സിമ്പിളുകളും ഇതേപോലെ അവര് എല്ലാം ട്രേഡ് മാർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 എന്തോ ട്രേഡ് മാർക്ക് അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇതെന്താ ഏതാ ഒന്നും അറിയില്ല. അപ്പൊ ഇനി ഇറങ്ങാൻ പോണ 10 സ്കൂട്ടറുകൾക്കുള്ള പേര് അവര് മറ്റേ വെബ്സൈറ്റ് നേരത്തെ എടുത്ത് വെക്കുന്ന പോലെ, ഡൊമൈൻ എടുത്ത് വെക്കുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇനി സ്കൂട്ടർ ഇറക്കിയാൽ മതി. ഏത് വണ്ടി ഇറക്കണം ആദ്യം, എന്നിട്ടാണ് അടുത്ത കാര്യങ്ങള്. അല്ല, ഞാൻ ആലോചിക്കാണ് ശരിക്കും there has to be some accountability. കാര്യം എനിക്കൊന്ന് നമ്മളിപ്പോ ആ സിമ്പിൾ വണ്ണിന്റെ എപ്പിസോഡ് എടുത്തിട്ട് 1 വർഷത്തിൽ മേലെ ആയില്ലേ. അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 1947 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞതിനും ഇപ്പൊ ഓഗസ്റ്റ് കഴിഞ്ഞു. ഇതിന് മുന്നത്തെ ഓഗസ്റ്റിലാണ് പുള്ളി അന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് സിമ്പിൾ 1 ഇറക്കും, ഇപ്പൊ വരും എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തത്. റീഫണ്ട് കൊടുത്തായിരിക്കും, പക്ഷെ എന്നാലും സ്റ്റിൽ ഇനീഷ്യലി അത്രയും കാശ് അവിടെ മേടിച്ചു വെച്ചിട്ട് വേണം വാല്യുവേഷൻ കൂട്ടാൻ വേണ്ടി ചെയ്തത്. ആ സ്കൂട്ടർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അന്ന് കാണിച്ചിരുന്ന വണ്ടിയല്ല പിന്നീട് രണ്ടാമത് മീഡിയ ഡ്രൈവിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ടോട്ടലി ഡിഫറെന്റ് വണ്ടി. ബാക്കി എല്ലാം ഉണ്ടായില്ല, പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചില മീഡിയ ചാനലിൽ നമ്മൾ ഇന്റർവ്യൂ വരെ കണ്ടായിരുന്നു ഫൗണ്ടേഴ്സിന്റെ, ഓർമ്മയില്ലേ? നമ്മൾ ഇതിന്റെ കവറേജ് കണ്ടായിരുന്നു. സിഇഒ ആയിട്ട് സംസാരിക്കുന്നതും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞതും 2 മാസം മുമ്പ് എങ്ങാണ്ട് വണ്ടി ഡെലിവറി ചെയ്യുന്നു പറഞ്ഞതും എല്ലാം പറഞ്ഞായിരുന്നു. ബട്ട് കണ്ടില്ല, അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല പിന്നെ, അല്ലേ? ട്രേഡ് മാർക്ക് എടുക്കാനുള്ള തിരക്കിലായിരുന്നാണോ? ആയിരിക്കും. കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുത്തായിരുന്നു, ബുക്ക് ചെയ്ത ആൾക്കാർക്ക് എന്തോ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കൊടുത്തായിരുന്നു. ബട്ട് അതും ആ ഒരു ക്ലോസ് സർക്യൂട്ടിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഇറ്റ്സ് ഗോൺ ജസ്റ്റ് സൈലന്റ്. ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത്ര സിമ്പിൾ അല്ല. എന്തായാലും
എനിവേസ് ഒരു കണക്കിന് പറയാം, വണ്ടി അൺഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇറക്കണേക്കാളും നല്ലത് അതെ. പിന്നെ കുറച്ച് ഇപ്പോഴും ഡിലേ നമ്മൾ ചെയ്ത് പറയുന്നു, അതെ ഇറക്കുമ്പോൾ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഇറക്കിയാൽ മതി. ബട്ട് ഒരു തിരക്കുമില്ല. അതെ, പക്ഷെ വേറെ കമ്മിറ്റ്മെന്റ്സ് കൊടുക്കരുത്. സെപ്റ്റംബറിൽ വരും അല്ലെങ്കിൽ ഒക്ടോബറിൽ വരും എന്ന് പറഞ്ഞ് കമ്മിറ്റ്മെന്റ്സ് പറയരുത്. പിന്നെ ഇപ്പൊ എന്തായാലും കുറച്ച് 2 വീലർ ന്യൂസ് ഒക്കെ ആയി. ഇന്ത്യൻ കമ്പനീസിനെ പറ്റി പറയുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സാധനവും കൂടെ പറയാം. ഓക്കെ. ഥാർ 5 ഡോർ വരുന്നു, ജിംനി 5 ഡോർ വരുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ വന്ന ഒരു 5 ഡോർ ഗുർഖ 5 ഡോർ അത് ഡീലർഷിപ്പുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് വിയർഡ് വെഹിക്കിൾ ദാറ്റ് ഐ ഹാവ് സീൻ എവർ. ഉള്ളിലത്തെ അതെ, കാര്യം ഗുർഖ 5 ഡോർ ഭയങ്കര കോമഡിയാ. ആക്ച്വലി ലുക്സ് നൈസ്. അതെ, അവർ ആ പ്രോട്ടോടൈപ്പ് ഒക്കെ അന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ വേറെ ഹെഡ്ലൈറ്റ് ആയിരുന്നു, അതൊന്നും കൊടുത്തില്ല. സാധാരണ ഗുർഖ പ്ലസ് ലെങ്ത് ഉള്ള ഒരു വണ്ടി, നല്ല ഗുർഖ. അതെ, കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. 18 ഇഞ്ച് വീൽസ് ആക്കിയിട്ടുണ്ട്. അലോയ്സ് ലുക്ക് നൈസ്. ആദ്യമായിട്ടാണ് ഒരു ഫോഴ്സ് വണ്ടിയിൽ ഒരു കുറച്ചെങ്കിലും ഡീസന്റ് ലുക്കിംഗ് അലോയ്സ് ഉള്ളത്. എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ലുക്ക് ആണ്. ബാക്കിയെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് സ്ട്രേറ്റ് അവേ അങ്ങനെ ബോൾട്ട് ഓൺ ആണ്. ബട്ട് എന്തായാലും ഇപ്രാവശ്യം അതൊക്കെ മാറിയിട്ടുണ്ട്, കൊള്ളാം. പക്ഷെ വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഒരു 7 സീറ്റർ വണ്ടിയിൽ ഫ്രണ്ടിൽ 2 സീറ്റ്, നടുക്കിൽ 3 ഉള്ളൊരു ബെഞ്ച് സീറ്റും ബൂട്ടിൽ ബക്കറ്റ് സീറ്റും. അതായത് ഫ്രണ്ടിൽ തന്നെ സീറ്റ്, ബാക്കിൽ ഏറ്റവും ബാക്കിൽ നമ്മളിപ്പോഴും തിരിച്ചല്ലേ കണ്ടേക്കും. അതെ, ഇവിടെ ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻ സീറ്റ്, നടുക്കിൽ ക്യാപ്റ്റൻ സീറ്റ്, ഏറ്റവും ലാസ്റ്റ് ഒരു വലിയ റോ. അതെ, കൊള്ളാലോ. അത് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു വണ്ടി കാണണേ. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ ലഗേജ് കയറ്റിയ ഇറ്റ്സ് യൂസ്ലെസ്. കാര്യം നമുക്ക് എന്തായാലും ബാക്കിൽ കൂടെ ഇറങ്ങാൻ പറ്റൂല. ശരിക്കും അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ബാക്കിൽ സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തേണ്. അതെ, ഇതിന്റെ എൻട്രി 3 ഡോറിലാണെങ്കിലും നമ്മൾ ബാക്കിൽ ബൂട്ട് തുറന്നിട്ട് അതിൽ കയറി 2 സീറ്റിലായിട്ട് ഇരിക്കാൻ ഉദ്ദേശിച്ചത്. അതെ, ഓക്കെ. അപ്പോൾ ആ സീറ്റും അതേ ലേഔട്ട് അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് മിഡിൽ ഒരു ബെഞ്ച് സീറ്റ് കൊടുക്കും. അതെ, ആക്ച്വലി ഇവിടെയും ക്യാപ്റ്റൻ സീറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ക്യാപ്റ്റൻ സീറ്റ് കൊടുത്ത് ബാക്കിൽ ഒരു ഫോൾഡിംഗ് ബെഞ്ച് കൊടുത്തിരുന്നെങ്കിൽ ഇതിലും നന്നായി. ഇതിപ്പോ സാധാരണ വണ്ടി ആയപ്പോ ഇത് പാസഞ്ചർ നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോൾ ഏതാ കംഫർട്ടബിൾ സീറ്റ്, ഇതിലിരിക്കുമോ അതിപ്പോ ഇരിക്കും, കൺഫ്യൂഷൻ ഉണ്ടാവും. ആൻഡ് ഏറ്റവും ഫണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പാസഞ്ചർ ഫുള്ളി കട്ട് ഓഫ്. കാര്യം ഇടയിൽ ഈ 3 സീറ്റ് ഉണ്ട്, അവിടെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. ഇപ്പൊ സാധാരണ ഗതിയിൽ ഏറ്റവും ലാസ്റ്റ് സീറ്റ് ഒരു 3 സീറ്റർ ഫോൾഡബിൾ 3 സീറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് സാധനം കയറ്റാൻ എന്തെങ്കിലുമൊക്കെ മടക്കിയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ സൈസ് 2 ബക്കറ്റ് സീറ്റ് അവിടെ ബൂട്ടിലിരിപ്പുണ്ട്. ഓപ്ഷനിലായിരിക്കും, മേ ബി നടുക്കിൽ ഓപ്ഷനിലും വല്ല വരെയായിരിക്കും. ബട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ വിയർഡ് സെറ്റപ്പ് ആണ്. പിന്നെ ഫോഴ്സ് പണ്ട് എങ്ങനെയാ, നിങ്ങൾക്ക് തോന്നിയത് നമ്മൾ ഉണ്ടാക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോ, ഇല്ലേ നിങ്ങൾ പൊക്കോ, ഇവിടെ ഒന്ന് കരയണ്ട. അതെ. സോ ഇന്റർനാഷണൽ ന്യൂസ് പറയാം. എന്തൊക്കെയാണ്? പുതിയ റോൾസ് റോയ്സ് ഇറങ്ങിയിട്ടുണ്ട്, റോൾസ് റോയ്സ് സ്പെക്ടർ. സോ അവരുടെ ഫസ്റ്റ് ഇലക്ട്രിക് വണ്ടിയാണ്. ഇൻട്രസ്റ്റിംഗ്ലി കമ്പനിയുടെ ഫൗണ്ടർ പണ്ട് പറഞ്ഞിട്ടുണ്ട് 100 years മുന്നേ ഫ്യൂച്ചർ ഇലക്ട്രിക് ആണെന്നുള്ളത്. പക്ഷേ 100 years എടുത്ത് റോൾസ് റോയ്സിന് അത് മനസ്സിലാക്കാൻ. കാരണം അന്ന് ഇലക്ട്രിക് കാർസ് ഉണ്ടായിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് കാറിന്റെ റിഫൈൻമെന്റും പവറും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ ദീർഘദർശിയായ മനുഷ്യൻ അന്ന് പറഞ്ഞിട്ട് ഇന്നാണ് BMW അതിലോട്ട് എത്തിച്ചേർന്നത്. സോ BMW ഇൻവോൾവ്മെന്റും ഭയങ്കര എവിഡന്റ് ആണ്. ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റിന്റെ പ്ലേസ്മെന്റ് ഒക്കെ പുതിയ ഗ്രില്ലിനകത്ത് ലൈറ്റ് അത് പിന്നെ കുറച്ച് കാലമായിട്ടുണ്ട്. BMW എല്ലാത്തിലും ഉണ്ട്. ആൻഡ് നൗ ഇറ്റ് ഹാസ് ബീൻ ഇപ്പോൾ റോൾസ് റോയ്സിലും കൂടി വന്നിട്ടുണ്ട്. ആൻഡ് മറ്റേ സ്പ്ലിറ്റ് ഹെഡ് ലൈറ്റ്, മുകളിൽ ഒരു സിംഗിൾ DRL താഴേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള ഹെഡ് ലൈറ്റും അത് സംഭവം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഇതൊരു അങ്ങനത്തെ ഒരു വണ്ടിയാണ്, ഒരു സ്പെക്ടിക്കൽ ആണിത്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ദിസ് ഈസ് ലൈക്ക് ഫാൻറ്റം കൂപ്പ അല്ലേ, പണ്ടത്തെ പഴയ ഫാൻറ്റം കൂപ്പ പോലെ. അതിന്റെ അതേപോലെ അപ്പൊ നെക്സ്റ്റ് ജെൻ ഫാൻറ്റോം ചിലപ്പോൾ ഇതുപോലെ ഇലക്ട്രിക് ആയിരിക്കും. നമ്മളതിലേക്ക് വേണം ആലോചിക്കാനായിട്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ റോൾസ് റോയ്സിൽ ഇപ്പോൾ നമ്മൾ മറ്റേ ഫെറാറിയിൽ ടർബോ എഞ്ചിൻ വന്നു എന്ന് പറയുന്ന പോലത്തെ വിഷമമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്തോ ഒരു സാധനം പോലെ ഒരു V12 is always part of full size Rolls Royce. എനിക്കൊരു സൈലന്റ് റോൾസ് റോയ്സ് മറ്റേ വാഫ്റ്റ് ചെയ്യാനാണെന്നുള്ള ആലോചിക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഇലക്ട്രിക്, വലിയ കുഴപ്പമൊന്നുമില്ല. അത് ശരിയാണ്. ബട്ട് സ്പെക്ടാക്കുലർ ലുക്കിംഗ് കാർ, സ്റ്റൈലിംഗ് നല്ല രസമുണ്ട്. Proportions almost കൊള്ളാം. It's massive. That whole car is massive. അത് 23 inch wheels അങ്ങാണ്ട് വേണം, എന്നിട്ടും നമുക്ക് അത് ഹോൾ സൈസിൽ അത് കൊള്ളാൻ തോന്നുന്നുണ്ട്. അതെ, എന്തായാലും that is I think Rolls Royceന്റെ ഇനി ഫ്യൂച്ചർ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു സാധനമാണ്. സോ ഇതാണ് പുതിയ മെഴ്സിഡീസ് EQCയുടെ റെൻഡർ. ഇതൊരു ബന്ധമില്ലല്ലോ EQC ആയിട്ട്. അതാണ് വ്യത്യാസം. EQC എന്ന് പറയുന്നത് ഇത് EQC സെഡാൻ ആണ്. അതെ. സോ അവരുടെ നെയിമിംഗിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് EQS എന്ന് പറയുന്നത് സെഡാൻ ആണ്. അതെ. EQE എന്ന് പറയുന്നത് സെഡാൻ ആണ്. അതെ. EQC പക്ഷേ SUV ആയിരുന്നു. അതെ, ബിക്കോസ് ആദ്യം ചാടിക്കറി അങ്ങനെ EQC എന്ന് അതിനെ വിളിച്ചു. പക്ഷേ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള EQC വരുന്നുണ്ട്, വിച്ച് ഈ C ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വോളിയം സെല്ലർ. അപ്പൊ അതിനെ EQC എന്ന് വിളിക്കേണ്ടി വരും. അതെ, പക്ഷേ EQC ഓൾറെഡി ഉണ്ടല്ലോ, ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് EQC സെഡാൻ ഇതിനെ വിളിച്ചിട്ട് EQC SUV എന്ന് മറ്റേതിനെ റീനെയിം ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു പുതിയ മോഡൽ ഉണ്ടാക്കുന്നു, ഒരു പുതിയ ലൈനപ്പ് ഉണ്ടാക്കുന്നു, ഒരു പുതിയ സബ് ബ്രാൻഡ് ഉണ്ടാക്കുന്നു. ആൻഡ് തുടക്കത്തിൽ സ്ക്രൂഡ് അപ്പ് ദി നെയിമിംഗ്. ഇപ്പൊ GLSന്റെ ഇക്വലന്റ് സാധനത്തിന് EQS SUV എന്ന് വിളിക്കണം. അതെ. GLBയുടെ ഇക്വലന്റ് ആയിട്ടൊരു സാധനമുണ്ട് EQB.
പക്ഷെ അത് സാധാരണ ബി ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അതെങ്ങനെ തൽക്കാലം എങ്ങനെയോ തട്ടിപ്പൊട്ടി പക്ഷെ പോകുന്നുണ്ട്. ഇനിയിപ്പോ എ ക്ലാസ്സിന് ഇക്വലന്റ് സാധനം വരും. സോ അത് EQA ആയിരിക്കോ EQA SUV ആയിരിക്കോ നമുക്കറിയില്ല. ശരിയാണല്ലോ. ഇനിയിപ്പോ SUV ന്നും സെഡാനും ചേർക്കേണ്ടി വരും. പക്ഷെ ഇതൊന്നും അല്ല പ്രശ്നം. മെർസിഡീസിന്റെ നോമൻക്ലേച്ചർ ഇങ്ങനെ മറ്റേ അവിടെ ഇവിടെയൊക്കെ മാറി ആകെ കൺഫ്യൂസിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പുതിയൊരു സാധനമുണ്ട്, CLE. സോ C ക്ലാസ് കൂപ്പയും E ക്ലാസ് കൂപ്പയും കൂടി ഇനി ഒരു വണ്ടിയായി മേർജ് ചെയ്തിട്ട് there will be a CLE. അതിന്റെ കൂപ്പ ഉണ്ടാവും, അതിന്റെ കാബ്രിയോ ഉണ്ടാവും. സോ C ആണോ E ആണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് CLE എന്ന് വിളിച്ചേക്കണം. ഇത് ഇവർക്ക് പണ്ടേ ഉണ്ടായിരുന്നു ആക്ച്വലി. പഴയ ഈ നമ്മുടെ CLK നോക്കുകയാണെങ്കിൽ ഇ ക്ലാസ് ആയിട്ട് പോർട്ടർ ചെയ്യുന്ന സി ക്ലാസിന്റെ കൂപ്പയായിരുന്നല്ലോ അത്. അതെ അല്ലേ? അതേപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ആക്ച്വലി നമ്മുടെ ഇ ക്ലാസ് കൂപ്പ, ഇ ക്ലാസ് കാബ്രിയോ എന്ന് പറയുമ്പോഴും 204 ബേസ്ഡ് അല്ലേ? സി ക്ലാസ് ആയിരുന്നു ആക്ച്വലി. എന്നിട്ട് പക്ഷേ ഇ ക്ലാസ് എന്ന് പറഞ്ഞ് ഇ ക്ലാസിന്റെ മുകളിൽ വിറ്റിരുന്ന ഒരു വണ്ടിയാണ്. ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി സി ക്ലാസ്. ഇനിയിപ്പോ അതൊന്നും വേണ്ട, എല്ലാം മറന്നേക്കൂ. അതെ, ഇപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, നമ്മളിതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടുള്ള വണ്ടിയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പുതിയൊരു സാധനം ഉണ്ടാക്കി, നിങ്ങൾ ഇതിന് ഇത് പഠിച്ചാൽ മതി, CLE. അതെ, കൊള്ളാം, നന്നായിട്ട്. CLE 53 ആണ് ആദ്യം വരിക. സോ പ്രോട്ടോടൈപ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. ബട്ട് നെയിമിംഗ് നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആണ്. എവിടെ ഇരിക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ലൈക്ക് ഇത് എന്ത് പ്രൈസിംഗ് ആയിരിക്കും, സി ക്ലാസിന്റെയും ഇ ക്ലാസിന്റെയും കൂടി ഒരു ഇ ക്ലാസിന്റെ മുകളിലാവാൻ സാധ്യതയുള്ളൂ. എന്തായാലും ചീപ്പർ ആയിട്ട് അവരൊന്നും ഇറക്കാൻ വഴിയില്ല. പിന്നെ നമ്മൾ ഇപ്പുറത്ത് ഇതിനെപ്പറ്റി പറയുമ്പോൾ അപ്പുറത്ത് BMW ഇതേ കൺഫ്യൂഷനിലോട്ട് ഇപ്പൊ എത്തുന്നുണ്ട്. സോ ആ നെയിമിംഗ് കൺഫ്യൂഷൻ ഇപ്പൊ എന്തായാലും അങ്ങോട്ടും അടുത്ത് തന്നെ ഇപ്പൊ. സോ BMWന്റെ കൺഫ്യൂഷൻ ഇതിലും വലുതാണ്. അതെ, അവര് XM എന്ന് വിളിക്കുന്ന വണ്ടി അവരുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള SUV ആണ്. അതെ, ഇതിനിടയ്ക്ക് അവര് കുറെ സാധനങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി എല്ലാം കൂടെ കൺഫ്യൂഷൻ ആണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ പറയും. ഇതുപോലെ കാട് കയറി വല്ലയിടത്തും പോകും. ഓക്കെ, വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ്. നമ്മളിപ്പോൾ ഡൽഹിയിൽ കുറെ വണ്ടികൾ ബാൻ ചെയ്തതൊക്കെ നമ്മൾ കണ്ടിരുന്നു. 10 വർഷമായ ഡീസലുകളും 15 വർഷമായ പെട്രോളുകളും ഇതെല്ലാം. അപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ ഒരു ഡാറ്റ വിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് 50 ലാക്ക് വണ്ടികളോളം, 53 ലാക്സ് എക്സാക്ട്ലി സ്ക്രാപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. റോട്ടിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്തു എന്നാണ് പറയുന്നത്. സ്ക്രാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, ഡീകമ്മീഷൻ ചെയ്തു. അതായത് ഈ ഏജ് ലിമിറ്റ് ക്രോസ് ചെയ്ത വണ്ടികളുടെ 2018 ശേഷം. ഇതിപ്പോ സാധാരണക്കാരന് ന്യൂസ് വായിച്ചാൽ വിചാരിക്കുന്നറിയോ, 50 ലക്ഷം വണ്ടികൾ റോട്ടിൽ നിന്ന് പോയി, ക്ലീനായി, എല്ലാം റെഡിയായി, 50 ലക്ഷം പുതിയ വണ്ടികൾ വന്നു, എല്ലാവരും സെറ്റ്. റിയാലിറ്റി എന്താ? 50 ലക്ഷം വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ അവരുടെ വാഹന സിസ്റ്റത്തിൽ ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ മറ്റേ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് എഴുതി കാണിച്ചു. അത്രേ ഉള്ളൂ, ഒരു വ്യത്യാസവും. ഞാൻ അതിന്റെ സ്റ്റാറ്റ്സ് ഒന്നുകൂടി പറയാം. 53,38,045 വണ്ടികളാണ് ഡീ രജിസ്റ്റർ ചെയ്തത്. അതിൽ 46 ലക്ഷത്തോളം പെട്രോൾ വണ്ടികളും 4.15 ലക്ഷം ഡീസൽ വണ്ടികളും 1.46 ലക്ഷം CNG വണ്ടികളുമാണ്. അതുപോലെ തന്നെ 13.4 മില്യൺ വണ്ടികൾ റോഡിൽ ഓടണയിൽ, അതായത് ഈ ക്യാപിറ്റൽ റീജിയനിൽ ഓടണയിൽ 7.8 മില്യൺ വണ്ടികളാണ് ഈ റോഡിൽ ഓടാൻ യോഗ്യമായതെന്നാണ് അവർ പറയുന്നത്. കൊള്ളാം. അപ്പോൾ ഈ വണ്ടികളെല്ലാം റോട്ടിൽ നിന്ന് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതിന് രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന്, ഈ 50 ലക്ഷം വണ്ടികൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്ക്രാപ്പ് ചെയ്യാൻ പറ്റുമോ? അവിടെ തന്നെ ഓടി കിടക്കണ്ടാവും. പിന്നെ ഇത്രയും വണ്ടികളൊന്നും സ്ക്രാപ്പ് ചെയ്യാൻ പറ്റൂല. ലൈക്ക് അതിനോടൊരു സിസ്റ്റം നമുക്ക് ഇവിടെ ഇല്ല. 50 ലക്ഷം വണ്ടികൾ അവിടെ പൊല്യൂഷൻ ആയിട്ട് ചിലപ്പോൾ ഒരു സൈഡ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ. കാര്യം ഇതിനൊരു ലോജിക്കും ഇല്ല. ഇപ്പൊ ഓട്ടോമോട്ടീവ് ഈ പറഞ്ഞ വണ്ടികൾ ഓക്കെ, ഒരു പൊല്യൂഷൻ ഒരു ലെവല് വെച്ചിട്ട് ഇത് പാസ്സായില്ലെങ്കിൽ അതിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മേക്ക് സം സെൻസ്. അല്ലാണ്ട് വെറുതെ 15 വർഷമായി അതുകൊണ്ട് വി ആർ ബാനിങ് എന്ന് പറയുമ്പോൾ അത് മേക്സ് അബ്സല്യൂട്ട്ലി നോ സെൻസ്. കറക്റ്റ്. ആൻഡ് ഈ 50 ലക്ഷം വണ്ടികൾ പോയതിന് പകരം ഈ ആൾക്കാർ പോയിട്ട് 50 ലക്ഷം വണ്ടി വേറെ മേടിച്ചിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ഉദ്ദേശം. കാര്യം ഇത് വെറുതെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അവരത് ഡൽഹിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നുള്ളൂ. അത് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ റോൾ ഔട്ട് ചെയ്യും. അതിന്റെ തുടക്കമായിട്ടായിരിക്കും. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് നാടിനെ നന്നാക്കാന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഫൂളിഷ് ടു തിങ്ക് ദാറ്റ് ഈ സാധനങ്ങളെല്ലാം സ്ക്രാപ്പ് ആയി എന്നുള്ളത്. ആൻഡ് ഓൾസോ ഈ 50 ലക്ഷം വണ്ടികൾ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 50 ലക്ഷം പുതിയ വണ്ടികൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം പലവരുടെയും ഇക്കണോമിക് സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. പലവരും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് മേടിച്ചിരിക്കും. അങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അവരുടെ നിന്നൊക്കെ സ്നാച്ച് ചെയ്ത് എടുത്തുകൊണ്ട് പോയി ബേസിക്കലി കൊണ്ട് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെർഫെക്റ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള വണ്ടികൾ ഇതുകൊണ്ട് സ്ക്രാപ്പ് ചെയ്യണതിന് ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാവുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പൊ ഇവർ പറയുന്ന പ്രോമിസ് എന്താ, സിയാമിനോട് പറയുന്നത് 30%
നമുക്ക് കോസ്റ്റ് കുറയും പുതിയ മെറ്റീരിയൽസ് മേടിക്കണതിൽ നിന്നൊക്കെ 30% എന്നൊക്കെ ഓൾറെഡി തീരുമാനമായി. കാരണം ഇത് സ്ക്രാപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഒന്നും ഇല്ലെങ്കിലും ഒന്നുമില്ല, അവർക്ക് അറിയാം 30% കുറയും എന്നുള്ളത്. അതെ, ആൻഡ് സെയിൽ കൂടും എന്നുള്ളത് അവർക്ക് സൈഡിൽ ഉള്ളൊരു സംഭവം, ബെനിഫിറ്റ് ആണ്. അതെ, പക്ഷെ ഇത് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ദ വേ ടു ഡു ഇറ്റ് അല്ലേ, This is not ഇന്ത്യ the way പോലത്തെ ഒരു രാജ്യത്ത് ഒട്ടുമല്ല. കാര്യം ഇവിടെ ഇതൊരു ആസ്പിറേഷണൽ പ്രൊഡക്റ്റ് ആണ്, ഇപ്പോഴും എല്ലാവർക്കും ഇല്ല. എല്ലാവരും എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് പല കാര്യങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മര്യാദയ്ക്ക് ഓടുന്ന വണ്ടികൾ എടുത്തുകൊണ്ട് സ്ക്രാപ്പ് ചെയ്യുന്നതിൽ ഒരു അർത്ഥം കാണുന്നില്ല. ഇതൊരു റൂള് വെച്ചിട്ട് ഈ പൊല്യൂഷൻ നോംസ് പാസ്സാവാത്ത വണ്ടി എന്തെങ്കിലും ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് അൺഫോർച്ചുനേറ്റ്. ആൻഡ് എനിക്ക് തോന്നണില്ല ഇത് ആർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഓർ എൻവയറമെന്റിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. യാതൊരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളത്. ഇപ്പൊ JD പറഞ്ഞ പോലെ ഗ്ലോബൽ ഇതിന്റെ കാര്യങ്ങൾ, എമിഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റാറ്റ് ഉണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് ആളുകൾ കാർ ഓടിക്കാണ്ടിരുന്നപ്പോഴും പൊല്യൂഷൻ ലെവൽസ് ഒന്നും താഴേക്ക് പോന്നിട്ടില്ല. കാരണം ഇൻഡസ്ട്രീസും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലുതാണ്. ലോകത്ത് എല്ലായിടത്തും ലോക്ക്ഡൌൺ വന്ന സമയത്തും ഗ്ലോബൽ പൊല്യൂഷനിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അപ്പൊ കാറുകൾ പൊല്യൂട്ട് ചെയ്യുന്ന വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഈ കാറുകൾ മുഴുവൻ നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയ കാർ ഇറക്കണമെങ്കിൽ ദർ ഹാസ് ടു ബി സം എനർജി, അതിനുള്ള എഫേർട്ട്. അതായത് ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും മെറ്റൽ, ഇത്രയും ഗ്ലാസ്, ബാക്കി സാധനങ്ങളെല്ലാം കൂടി നമ്മൾ റോഡിലേക്ക് ഇറക്കണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന ഒരു കാർബൺ ഫുട് പ്രിന്റ് അപ്പുറത്തൊരു സൈഡിലുണ്ട്, ബിഗർ ദാൻ ഈ കാർ ഇപ്പൊ എത്ര കൊല്ലം ഓടിയിരുന്നെങ്കിലും ഉണ്ടാക്കുന്നതിനേലും. അപ്പൊ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇതല്ല അതിനുള്ള മെത്തേഡ് എന്നുള്ളതാണ്. വളരെ കഷ്ടമായി പോയി. എന്തായാലും ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ മഹാരാഷ്ട്ര ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവര് ഇതേപോലെ സ്ക്രാപ്പേജ് പോളിസിയെ പറ്റിയിട്ട് അപ്രൂവൽ ആയി എന്ന് പറഞ്ഞിട്ട്, ബട്ട് സ്ട്രിക്ട്ലി വോളണ്ടറി ആണല്ലേ. നമുക്ക് വേണമെങ്കിൽ കൊണ്ടേ സ്ക്രാപ്പ് ചെയ്യാം. സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടിക്ക് എന്തോ ടാക്സ് കട്ട്സ് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി വന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റും ഏത് ഗവൺമെന്റ് ആണ് ഇതിനൊക്കെ പൈസ എക്സംഷൻ ആയിട്ട് മുടക്കാൻ പോണെന്ന്. വിൽ ഹാവ് ടു സീ. ബട്ട് എനിവേ സ്ട്രിക്ട്ലി ഓപ്ഷനിലാണെന്നുള്ളത് ആദ്യം തൊട്ടേ അവർ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഇസ് സം ക്ലാരിറ്റി ദാറ്റ് ഇസ് കമ്മിങ്. On that terrible disappointment. നമുക്ക് ആക്ച്വലി ഇന്ന് ലൈറ്റ് മുഴുവൻ പോയി. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലെറ്റ് us know in the comment section. അതേപോലെ നിങ്ങൾക്ക് ഇതിലുള്ള ന്യൂസിനെ പറ്റിയിട്ടും ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടും ഡു ലെറ്റ് us know in the comment section. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളിൽ റെഗുലറായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.